അതുകൊണ്ടാ ഓ ഉമ്മമാരെ, നിങ്ങൾ കൊടുക്കുന്ന വളം നല്ലതായിരിക്കണം. ആ വളം എവിടെന്ന് തുടങ്ങണമെന്നറിയോ? ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുമ്പോ അവിടെയല്ലേ നമ്മളെ വിത്തിടുന്നതിന്റെ തുടക്കം. ആ ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുമ്പോ ശൈത്താൻ പങ്കുചേരാതിരിക്കാൻ അവനവന്റെ ശരീരത്തിലെ തുണി നീങ്ങുന്നതിന് മുമ്പ്, തുണി നീങ്ങുന്നത് വരെ മലക്കുകൾ ഉണ്ടാകും. തുണി നീങ്ങുന്നതോടെ മലക്കുകൾ മാറി നിൽക്കും. ആ തുണി നീങ്ങുന്നതിന് മുമ്പ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ദിക്ർ ചൊല്ലണേ. അപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുമ്പോ ബിസ്മി ചൊല്ലണം, ദിക്റിലൂടെ തുടങ്ങണം. അങ്ങനെ വന്നിട്ട് ഗർഭിണിയായ ഉമ്മമാരെ ധാരാളം ദിക്ർ ചൊല്ലണം. നിങ്ങൾ കാണുന്നില്ലേ മുട്ടയിടുന്ന കോഴി? ആ മുട്ടയിടുന്ന കോഴി എത്രയാ ദിക്ർ ചൊല്ലുന്നത്? സാധാരണ കോഴിയെ പോലെയല്ല. ഖിയാമത്ത് നാൾ വരെ അതിന്റെ സന്താന പരമ്പര ആരോഗ്യത്തോടെ നിലനിൽക്കാൻ ആ കോഴികൾ ദിക്ർ വർദ്ധിപ്പിക്കുകയാണ്. ആ കോഴിന്റെ വിവരം പോലും ഇല്ലാതെ ഗർഭിണികളായ പെൺകുട്ടികൾ അതാ ഉള്ള മ്യൂസിക്കും കേട്ടിട്ട് ആ മ്യൂസിക് വയറ്റിലുള്ള കുട്ടിയെ കേൾപ്പിച്ച് നടന്നാൽ മക്കള് നന്നാകൂലകത്തോ. അങ്ങനെ ഗർഭിണികൾ ചൊല്ലാനുള്ള ദിക്റുകളെ കൂട്ടത്തില് ഞാനിപ്പോൾ കോഴിക്കോട് കോംപ്ലക്സ് പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിറങ്ങുമ്പോ എന്റെ അടുക്കൽ ചെറുപ്പക്കാരൻ വന്നു. മക്കളില്ലാഞ്ഞിട്ട് നേരത്തെ എന്നോട് കംപ്ലൈന്റ് പറഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തിന് ദിക്ർ പറഞ്ഞു കൊടുത്തിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. ദിക്റൊക്കെ ചൊല്ലുന്നുണ്ടെന്ന് പറഞ്ഞു. എന്റെ ഭാര്യയുണ്ട് ആശുപത്രിയിൽ, അതെ ഇന്ന് ഇപ്പോൾ മരുന്ന് വെച്ചു, പ്രസവിച്ചിട്ടില്ല, നാളെയും കൂടി നോക്കിയിട്ട് ചിലപ്പോ ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ ചെറുപ്പക്കാരന്റെ വണ്ടിയിൽ നിന്ന് ഒരു ദിക്ർ എഴുതി എടുത്തുകൊടുത്തു. ആ ദിക്ർ ഏതാണെന്നറിയോ? ഫത്ഹുൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ട്. ഗർഭിണികൾക്ക് വളരെ നല്ലതാണ്. സഹീഹുൽ ബുഖാരിയിൽ ബാബു ദുആഇൽ കർബി എന്നൊരു അധ്യായം തന്നെയുണ്ട്. വിഷമമുള്ളവർക്ക് ചൊല്ലാനുള്ള ദുആ, ഏത് വിഷമവും നീങ്ങാൻ നല്ലതാണ്. ആ ദുആയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ദുആഉൽ കർബി. ഓ ഗർഭിണികളെ ധാരാളം ചൊല്ലിക്കോ, നിങ്ങൾക്ക് വളരെ നല്ലതാണ്, നിങ്ങളെ വയറ്റിലെ കുട്ടിക്കും നല്ലതാണ്. ഇന്നലെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മാക്ക് ചിക്കൻ ബോക്സ് ഉണ്ട്, ഡോക്ടർ പറയുന്നത് 3 മാസമായിട്ട് കുട്ടീനെ എടുത്തുകൊള്ളണോന്ന്. ഞാൻ ചോദിച്ചു, അങ്ങനെ ഏതെങ്കിലും കിതാബിലുണ്ടാവോ? അമ്മക്ക് രോഗമുള്ളതിന് കുട്ടീനെ കൊല്ലണോന്ന്? ഉമ്മാക്ക് രോഗമുള്ളതിന് കുട്ടിയെ കൊല്ലണോ? അങ്ങനെ ഏതെങ്കിലും കിതാബിലുണ്ടാവോ? അതുകൊണ്ട് തന്നെ നമ്മക്കത് അനുവദിക്കാൻ പറ്റൂല. ഞാൻ എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വന്നോ? കടമേരിയിലെ പോക്കറാജി അടക്കം എന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന നല്ല സുന്ദരന്മാരായ ആൺകുട്ടികളെയും പെൺകുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് ചെറിയ മക്കള് പ്രസവിച്ച ഉടനെയും 1-2 വയസ്സുമായിട്ട് എന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുവന്ന എത്രയോ മക്കളെ എനിക്കറിയാം. വയറ്റിൽ വെച്ച് കൊല്ലാൻ ഡോക്ടർമാര് പറഞ്ഞ മക്കളായിരുന്നു. ഒരു കുഴപ്പമില്ലാതെ ആ മക്കൾ പ്രസവിക്കപ്പെട്ടിട്ടുണ്ട്. ഓ സുഹൃത്തുക്കളെ, അതിന്റെ പുറമേ ഒരു ദിക്റും കൂടി ഞാൻ പറയുന്നു. ഗർഭിണി ഉസ്താദവറുകൾ എനിക്ക് ഇജാസത്ത് തന്നൊരു ദിക്റ് ഗർഭിണികൾക്ക് ചൊല്ലാൻ 111 പ്രാവശ്യം അള്ളാന്റെ പേര് യാ മുസവ്വിർ, അള്ളാന്റെ പേരാണ് യാ മുസവ്വിറു യാ മുസവ്വിറു 111 തവണ. അതാ എന്റെ ഡ്രൈവർ അവിടെ ഇങ്ങനെ നിന്ന് നോക്കുന്നു. അദ്ദേഹത്തിന്റെ നാട്ടുകാരൻ്റെ അഹമ്മദാജി ഉണ്ടായിരുന്നു. അയാളെ ഭാര്യ, അയാളെ മകള് ഗർഭിണിയായി. ഒരു ദിവസം അഹമ്മദാജി വന്ന് പൊട്ടിയും കരഞ്ഞു എന്നോട്, എന്റെ മകളെ സ്കാൻ ചെയ്ത് നോക്കാം, കുട്ടി തലതിരിച്ചിട്ടാണുള്ളത്. ഭാര്യ പേരാണ്. ഞാൻ പിന്നെ എന്ത് തലതിരിക്കുന്നു മരിക്കുന്നു കള്ളല്ലേ. ഞാൻ ഈ ദിക്റൊക്കെ അങ്ങോട്ട് കൊടുത്തു. അദ്ദേഹം പോയി. കുറേ ദിവസം കഴിയുമ്പോൾ ഞാൻ സിറാജുൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അഹമ്മദാജിയുള്ള സന്തോഷത്തോടെ കരുതി എന്റെ മകള് പ്രസവിച്ച കുട്ടിയൊക്കെ ആ കാറിലുണ്ട്, ഒരു കുഴപ്പമില്ലാണ്ട് പ്രസവിച്ചിട്ടുണ്ട്. ഒരു ഞാൻ കരി സിറാജുൽ നേർച്ചയാക്കിയിരുന്നു, അത് ഡിക്കിയിലുണ്ട്, എവിടെ ഇറക്കിയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചയാള്. ഞാനിത് പറഞ്ഞു വന്നത്, സുഹൃത്തുക്കളെ, ദിക്റിന് വലിയ പവറാണ്. അതുകൊണ്ട് ഗർഭിണികൾ ധാരാളം ദിക്റ് ചൊല്ലണം. അത് മക്കളെ ആരോഗ്യത്തിനും ആത്മീയ ആരോഗ്യത്തിനും വളരെ ഗുണമാണ്. ഗർഭിണികൾ അനാവശ്യം പറയരുത്, അനാവശ്യം കേൾക്കരുത്.
നല്ലത് തന്നെ കേൾക്കണം, ഖുർആനോദണം, ദിക്ർ ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം, നല്ലത് പറയണം. ഇനി പറയട്ടെ, പ്രസവിച്ചു കഴിഞ്ഞാൽ വലത്തെ ചവിട്ടിൽ എന്ത് കേൾപ്പിക്കണം? വള ഇടുന്നത് നല്ല വളായിരിക്കണം, ആത്മാവിലിടുന്ന വളാണ്. ആ വളം നല്ലതായിരിക്കണം. അല്ലാഹു അക്ബർ വലത്തെ ചവിട്ടിൽ വാങ്ങി, ഇടത്തെ ചവിട്ടിൽ ഇഖാമത്ത്, പിന്നെ ഇന്നാ അൻസൽനാഹു സൂറത്ത്, ഖുൽ ഹുവല്ലാഹു സൂറത്ത്, അങ്ങനെ നല്ലത് കേൾപ്പിക്കണം. വൈനിഉഇദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്താനിർ റജീം. മറിയം ബീവിയെ പ്രസവിച്ചപ്പോ ഹന്നത്ത് ബീവി നടത്തിയ ദുആ ഖുർആനിലുണ്ട്. ആ പ്രാർത്ഥന, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടിയുടെ ചവിട്ടിൽ കേൾപ്പിക്കണം. കാരണം കുട്ടിക്കിടുന്ന വളം നല്ലതായിരിക്കും. അഹ്ലുസുന്നയുടെ ആഗോളജാലകം www.sunniOnlineClass.com. ലോക മലയാളികൾ തങ്ങളുടെ സംഗമസ്ഥാനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വെബ്സൈറ്റാണ്. നിങ്ങളോ സമസ്ത കേരള സുന്നി ജമിയത്തുൽ ഉലമയുടെ നേതൃത്വം അംഗീകരിച്ച് ഓൺലൈൻ രംഗത്ത് ഇസ്ലാമിക ദഅവാ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ആദ്യമായി രൂപം കൊണ്ട സംരംഭമാണ് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം.